ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഓണവെയിലാന്ന് തോന്നുന്നു കേട്ടോ. വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ കുറേ പണിയൊക്കെ ഉണ്ട്. ഓണമല്ലേ, ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് ഇന്ന്. രാവിലെ പിന്നെ എക്സസൈസ് കുറച്ച് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ടോ. പിന്നെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. പപ്പ കട തുറക്കാൻ പോയി. രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി കോംബോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു കോംബോ? നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പൊങ്ങുള്ള തേങ്ങ കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം. പിന്നെ ഒന്ന് മത്തി വെട്ടിക്കിട്ടി കേട്ടോ, അതുകൊണ്ട് സമാധാനമായി. ഞാൻ പിന്നെ ഈ ഒരു മത്തിക്കറി, ചാറോടുകൂടിയ മത്തിക്കറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധമാണ്, തേങ്ങ വെട്ടി പൊതിച്ചാണ്, അതങ്ങ് പൊട്ടിപ്പോയി അതിൻ്റെ സ്ലാവി. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ നമ്മുടെ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലീനിങ് ആയിരുന്നു ഇന്ന്. മോൾക്കാണെങ്കിൽ പരീക്ഷ, അവളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ ചോറ് കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഉലുവയില ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ കൊണ്ട് എല്ലാം റെഡിയാക്കി പെട്ടെന്ന് സ്കൂളിൽ അയച്ചു. അത് കഴിഞ്ഞ് ഏട്ടൻ ഇത്തിരി താമസിച്ചു ചോറ്. ഞാനിത് പറഞ്ഞു പറയിപ്പിച്ചെന്നല്ല കേട്ടോ, അടിപൊളിയാണ് സംഭവം. പിന്നെ ഇന്ന് റിസപ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കുന്ന ചേച്ചിയാണിത്, സുജാത ചേച്ചി. നമുക്ക് ഡ്രസ്സൊക്കെ എല്ലാം അടിച്ചു തരുന്നതൊക്കെ ചേച്ചിയാണ് കേട്ടോ, കുഞ്ഞു നാൾ മുതലേ. പിന്നെ അപ്പോഴത്തേക്കും വണ്ടി വന്നു, കുഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടായിരുന്നു, അതുവഴി ഞാനത് വാങ്ങിയിട്ടാണ് വന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ വൈകിട്ട് ചേച്ചി സിന്ധു ചേച്ചി, ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചി, സ്വന്തം സിന്ധു ചേച്ചി. ചേച്ചിയുടെ അടുത്ത് വന്ന് നമ്മൾ പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വരുന്നതാണ്. ദിവസവും എൻ്റെ ഒരു പരിപാടിയാണിത്, ചേച്ചി വന്നൊന്ന് കാണുക. പിന്നെ മോൾക്ക് പല്ലിനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ വന്നു എല്ലാം ചെയ്തു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ. ഇത് വളരെ ഫ്രഷായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുകയും പിന്നെ കൃഷിയെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനം അവിടെ ഉണ്ട്. അപ്പം അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രഷായിട്ടുള്ളത് വാങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇടാം കേട്ടോ. പിന്നീട് ഞാൻ അതിൻ്റെ ഒരു വലിയ വീഡിയോ ചെയ്യുന്നുണ്ട്. വൈകിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും വിശക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് റിസപ്ഷന് പോകണമല്ലോ, അതിന് മുന്നേ ഞാൻ എന്തായാലും ചപ്പാത്തിയും ഡാലും കുഞ്ഞിന് 2 പൂരി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഡാൽ കറി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മസൂർ ഡാലില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 2-3 എണ്ണം, പിന്നെ തക്കാളി, പിന്നെ ജീരകം, ഉലുവേല ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിവിടെ ഇപ്പോൾ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് കറി എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ ലോക്കിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു വിസിൽ മതി. എന്നിട്ട് പിന്നെ കടു താളിച്ചെടുത്താൽ മതി. ഒരല്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാം, തിളപ്പിച്ചാറിയ വെള്ളമേ. അടിപൊളിയാണ്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പെട്ടെന്നൊരു കറി വേണമെങ്കിൽ ഇതങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ റിസപ്ഷന് പോയി. അടിപൊളിയായിരുന്നു കേട്ടോ, തകർപ്പൻ ഫുഡ്. ഇത് കണ്ടില്ലേ, പല ടൈപ്പിലുള്ള ജ്യൂസ്, മൊജിറ്റോ, അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ജ്യൂസുകൾ. പിന്നെ തട്ടുകട ആണെങ്കിൽ പരിപ്പുവട, ചായ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ചോക്ലേറ്റ്, പിന്നെ പല ടൈപ്പിലുള്ള ടീ, അതായത് നമ്മൾ ഈ മസാല ടീ ഒക്കെ കുടിക്കത്തില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ്. പിന്നെ ബ്ലൂ ടീ, റോസ്റ്റ്. എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ബ്ലൂ ടീ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹിബിക്കസ് ടീയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പല ടൈപ്പിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവരുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ, റിസപ്ഷന്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പാവയ്ക്ക കണ്ട് മുതലയുടെയൊക്കെ ആ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതൊരു പ്രത്യേക കഴിവ് തന്നെയല്ലേ. അതൊന്ന് കണ്ടു നോക്കിയേ നിങ്ങൾ. ഇത് കണ്ടോ, പാവയ്ക്കയുടെ. പിന്നെ അങ്ങോട്ട് ഇന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ചെന്നപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി തേങ്ങയരച്ച മീൻകറിയും പിന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പുഴുക്ക് മുതൽ എന്താ വേണ്ടത് എല്ലാ സംഭവങ്ങളും അവിടെ നിരന്നിരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഇതൊക്കെ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ നമ്മളത് എടുക്കുമല്ലോ അല്ലേ.
പല ടൈപ്പ്, അതായത് മന്തി, ബിരിയാണി, റൈസ്, അങ്ങനെ റൈസിൻ്റെ അങ്ങനെ പല ടൈപ്പുകൾ. പിന്നെന്താ, പിന്നെ കപ്പ, മീൻകറി, അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഇനി നിങ്ങൾ ഈ ഫുഡ് ഭ്രാന്തന്മാരാണെങ്കിൽ ഇരുന്ന് കണ്ടോളൂ, കൊതി വിട്ടോളൂ. കൊഞ്ച് എനിക്ക് തന്നെ ഇതുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് 3-4 പീസ് ഞാൻ കഴിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രോൺസ്, അയ്യോ കൊഞ്ച്, മുട്ടൻ കൊഞ്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം. സുഹൃത്തിക്ക് പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. മീൻ വറുത്തതുണ്ടായിരുന്നു, പല ടൈപ്പ് മീൻ വറുത്തത്. പിന്നെ ബീഫ്, എൻ്റെ പൊന്നോ എന്തോ ടേസ്റ്റായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഒരു ടൈപ്പ് ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് ഉലർത്തിയത്, അങ്ങനെ ബീഫിൻ്റെ പല ഐറ്റംസ്, അങ്ങനെ അതെല്ലാം സെറ്റായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടോളൂ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ കണ്ടു വന്നപ്പോഴാണ് കേട്ടോ, കണ്ടില്ലേ കപ്പയും മീൻകറിയൊക്കെ. മീൻകറിക്കൊക്കെ എന്തോരു ടേസ്റ്റാണ്. ഞാൻ എല്ലാത്തിലും കുറേശ്ശെ എടുത്തു. വിശപ്പില്ലെങ്കിൽ നമ്മൾ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി. ഇടിയപ്പം കണ്ടില്ലായിരുന്നു ഞാൻ. ഇത് ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ നേരം ഇടിയപ്പം കണ്ടത്. അവർ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ യൂട്യൂബിനകത്ത് ഇടാനാണോ എന്ന്. പിന്നെ ഞാൻ ഇതെടുക്കാൻ വന്നപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം, എടുത്തോന്ന് പറയാം കേട്ടോ. ജിലേബി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ജിലേബി ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഉഴുന്ന് ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. എന്തിതായിട്ടാണ് അവരുണ്ടാക്കിയെന്ന് നോക്കിയേ. അതാ കണ്ടില്ലേ, മധുരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടൂല. കണ്ടോളൂ നിങ്ങൾ കണ്ടോളൂ. ഞാൻ പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്തു. എനിക്ക് ഐസ്ക്രീം, മധുരം ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തടിച്ച് വരുന്നത്. രണ്ട് വശങ്ങളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ. പാലപ്പം, പൊറോട്ട, അല്ലല്ല ഇത് മറ്റേ ചപ്പാത്തിയോ പോലത്തെ വലിയൊരു സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടു. എനിക്ക് ആ ഡെക്കറേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് ഭംഗിയായിട്ടാണ് അവരത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേ. അത് കാണുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് എടുക്കാൻ തോന്നില്ല. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാനൊരു ഹിബിക്കസ് ടീയും കൂടെ എടുത്തു. തിരിച്ചു വന്നപ്പോൾ സമയം കണ്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറന്നു പോകല്ലേ. പുതിയ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.